ഹായ്. ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. ഒളിമ്പിക് ദിനത്തിൻ്റെ ഭാഗമായി നമ്മുടെ കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാതല ചിത്രരചന, ക്വിസ് കോമ്പറ്റീഷൻ, പ്രസംഗ മത്സരം എന്നിവ സംഘടിപ്പിക്കുന്നു. അതിനു മുന്നോടിയായി കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ട് ആഘോഷങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് ഒളിമ്പിക് റൺ എന്നൊരു പരിപാടി ജൂൺ 23 രാവിലെ കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ആരംഭിക്കുകയാണ്. അതിൻ്റെ പ്രചരണാർത്ഥം കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒളിമ്പിക് ക്വിസ്, അതുപോലെ തന്നെ ചിത്രരചന, പ്രസംഗ മത്സരം എന്നീ ഇവ കൂടി സംസ്ഥാന തലത്തിലടക്കം നടത്തുന്നുണ്ട്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഔദ്യോഗിക കായിക പ്രസിദ്ധീകരണമായ KOA മാഗസിൻ സ്പോർട്സ് കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും എത്തിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് പ്രസിഡന്റ് നമ്മുടെ സുനീഷ് സാറിനെ ഇപ്പൊ കൊടുക്കാൻ പോവാണ് കേട്ടോ. മത്സരം നടത്താല് ജില്ലാതലത്തിലൊരു മത്സരം നടത്തും. അതിന്റെ ഒരു റിഹേഴ്സലാണ് നമ്മൾ. എത്ര വർഷത്തിൽ ഒരിക്കലാണ് ഒളിമ്പിക്സ് നടക്കുക? ഉത്തരം പറയോ? ശരി, ഉത്തരം ഞാൻ പറയട്ടെ. 4 ഉത്തരം. ആരെങ്കിലും 4 എഴുതിയിട്ടുണ്ടോ? 4 വർഷം കൂടും. ഒളിമ്പിക്സിന്റെ പതാക കണ്ടിട്ടുണ്ടോ? അതില് കുറച്ച് റിങ്സ് ഉണ്ട്. എത്ര റിങ്സ് ഉണ്ട്? 5 ഉത്തരം കേട്ടോ. 5 എഴുതി ആരെങ്കിലും ഉണ്ടോ? ഒളിമ്പിക്സ് ഗെയിംസ് ആരെങ്കിലും ടിവിയിലോ അങ്ങനെ കണ്ടിട്ടുണ്ടാവും? ഉദ്ഘാടന സമയമെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ? ആ സമയത്ത്
നമ്മൾ സമാധാനത്തിന്റെ പ്രതീകമായിട്ട് ഒരു പക്ഷിനെ പറത്ത് വിടുന്നുണ്ട്. ആ പക്ഷി ഏതായിരിക്കും? എന്തായിരിക്കും ഉത്തരം? പ്രാവ്. പ്രാവാണ് ശരി ഉത്തരം കേട്ടോ. പറഞ്ഞ ഒളിമ്പിക് പതാകയില് 5 വളയങ്ങളുണ്ട്, 5 റിങ്സ് ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞില്ലേ? ആ റിങ്സ് എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയോ? ഉത്തരം പറയട്ടെ. 5 കോണ്ടിനെന്റ്സിനെയാണ്. സൈക്കിൾ ഓടിക്കുന്ന ഒരു ഒളിമ്പിക് മത്സരനുണ്ട് ഒളിമ്പിക് ഗെയിംസിൽ. അതിന് പറയുന്ന പേരെന്തായിരിക്കും? ഇക്ലിംഗ് ആണ് കേട്ടോ. ഒളിമ്പിക്സിലെ 3ാമത്തെ സമ്മാനം ഒരു മെഡലാണ്. അത് എന്ത് മെഡലായിരിക്കും? വെങ്കലം. ആദ്യത്തേത് സ്വർണം, വെള്ളി. ഒളിമ്പിക്സിലെ ഒരു രാജ്യം ജയിക്കുമ്പോൾ അവിടെ ഒരു സോങ് കേൾപ്പിക്കും. അതൊരു രാജ്യത്തിന്റെ ഒരു സോങ് ആയിരിക്കും. എന്തായിരിക്കും? എന്താ ഉത്തരം? ദേശീയഗാനാണ് ഉത്തരം. ഒളിമ്പിക് മത്സരിക്കാൻ വരുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? അതെന്തായിരിക്കും? ഇവരെ നമ്മൾ കായിക താരങ്ങൾ എന്നാ വിളിക്കുക. ഒളിമ്പിക് പതാകയില് നമുക്ക് കുറച്ച് കളേഴ്സ്, കുറച്ച് നിറങ്ങൾ കാണാൻ പറ്റും. അതായത് ഒരു 5 കളേഴ്സ് ഉണ്ടാവും. ആ കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നീല, മഞ്ഞ, കറുപ്പ്, പച്ച, ചുവപ്പ്. അതായത് ഒളിമ്പിക്സില് നമ്മൾ നേരത്തെ സൈക്കിൾ ഓടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അതുപോലെ പന്ത് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു കളിയുടെ പേര്. 3 കളിയുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു കളിയുടെ പേര് ഏതാ? നിങ്ങൾ ഒരാൾ ആൻസർ പറഞ്ഞു നോക്കട്ടെ. ഓക്കെ. ഫുട്ബോള്, ബാസ്കറ്റ് ബോള്, വോളിബോള്.